ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 45 മുതൽ 56 വരെ യേശു കർത്താവിൻ്റെ മരണമാണ്. 45-ാം വാക്യത്തിൽ 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9 മണി നേരത്തെ യേശു ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് ഉറക്ക നിലവിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തെന്നർത്ഥം. അവിടെ നിന്നിരുന്നവരിൽ ചിലർ അത് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നുവെന്ന് പറഞ്ഞു. ഉടനെ അവരിൽ ഒരുത്തൻ ഓടി ഒരു സ്പോങ് എടുത്ത് പുളിച്ച വീഞ്ഞ് നിറച്ച് ഓടത്തണ്ടിന്മേലാക്കി അവന് കുടിപ്പാൻ കൊടുത്തു. ശേഷമുള്ളവർ നിൽക്കാം, ഏലിയാവിനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉറക്ക നിലവിളിച്ചു, പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽത്തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധ നഗരത്തിൽ ചെന്ന പലർക്കും പ്രത്യക്ഷനായി. ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തുനിന്നവരും ഭൂകമ്പം മുതലായി സംബന്ധിച്ചുകൊണ്ട് അവൻ ദൈവപുത്രനായിരുന്നു, സത്യം എന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു. ഗലീലയിൽ നിന്ന് യേശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ടൊന്ന് അനുഗമിച്ചു വന്ന പല സ്ത്രീകളും ദൂരത്തു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരിൽ മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിൻ്റെ യോസയുടെയും അമ്മയായ മറിയയും സെബദിപുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു. യേശു കർത്താവിൻ്റെ മരണത്തിൽ സംഭവിച്ചത് ഭൂമി ആകമാനം പിളർന്ന ഇരുട്ട് ലോകത്തിൽ സംഭവിച്ചത്. കാരണം ദൈവപുത്രൻ ഭൂമിയിൽ ഏറ്റപ്പോഴുള്ള ആ ഭയാനകമായിട്ടുള്ള അവസ്ഥ കണ്ട് അവനെ കുറ്റം വിധിച്ചവൻ പറയുകയാണ്, അവൻ തെറ്റുകാരനെന്ന് പറയാൻ പറയുകയാണ്, ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു, സത്യം. അതുകൊണ്ട് കർത്താവായ യേശു കർത്താവിൻ്റെ മരണം, ഒരു ദൈവപുത്രൻ്റെ മരണം സംഭവിക്കാത്തത് സംഭവിച്ചത്, പാപത്തിൽ മരിച്ച മനുഷ്യവർഗത്തെ ആ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ ദൈവം തമ്പുരാൻ വിശുദ്ധ കന്യാമറിയയിലൂടെ മനുഷ്യനായി പിറന്ന യേശു കർത്താവിൻ്റെ ഈ ഭൂമിയിലെ മരണം എന്നെ നിങ്ങളെ വീണ്ടെടുത്തു. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നിറച്ചനുഗ്രഹിച്ച് ആശീർവദിക്കണം. കർത്താവേ, കർത്താവിൻ്റെ മരണത്തോടുകൂടി ഞങ്ങൾ പാപത്തിൽ നിന്ന് മോക്ഷം പ്രാപിച്ച് ഞങ്ങൾക്ക് വീണ്ടെടുപ്പ് ലഭിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യും. ഈ വചനത്തിൻ്റെ ശക്തി എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിക്കണമേ. അങ്ങയുടെ കൃപ സാന്നിധ്യം എല്ലാവരുടെ മേലും പകരണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു.